ഹലോ ഗെയ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ നാട്ടിൻപുറത്തെ നാട്ടിലിങ്ങനെ എല്ലായിടത്തും കാണുന്ന നമ്മുടെ നാടൻ ചീരയും നല്ല ചക്കക്കുരു ഇട്ടിട്ടുള്ള അടിപൊളി ഒരു നാടൻ കൂട്ടാനാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കാണുന്ന ഈ നാടൻ ചീരയിലെ ഈ വേനൽക്കാലമായിട്ടുണ്ടെങ്കിൽ അവിടെയും ഇവിടെയൊക്കെ മുളച്ചിട്ടുണ്ടാകും കേട്ടോ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടാവാറുണ്ട്. നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ ചീരയും പിന്നെ ഇതിന്മേ നല്ലോണം പൂവുണ്ടാവും കേട്ടോ. ഇതിൻ്റെ കൂടെ പരിപ്പും അല്ലെങ്കിൽ ചക്കക്കുരൊക്കെ ഇട്ടിട്ട് കറി വെച്ചാലും അതിൻ്റെ കൂടെ തന്നെ അല്ലെങ്കിൽ വെറുതെ താളിച്ചാലും കഞ്ഞിവെള്ളത്തിൽ താളിക്കില്ലേ, അങ്ങനെ താളിച്ചാലും അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഇപ്പോൾ എന്തായാലും വർഷക്കാലമൊക്കെ ആയി തുടങ്ങിയില്ലേ, മഴയൊക്കെ പെയ്ത് തുടങ്ങി. അപ്പോഴാട്ടോ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താണെന്ന് അറിയില്ല, എൻ്റെ വലിയമ്മൊക്കെ പണ്ട് ഇങ്ങനെ ഓരോ വളപ്പിൽ പോയിട്ട് ഇങ്ങനെ പൊട്ടിച്ചോടുന്നതിന് കേട്ടോ. ആരോടും ചോദിക്കുകയൊന്നും വേണ്ട, വെറുതെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അന്ന് മുതലേ എനിക്ക് ഈ കറീനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിന്ന് കുറച്ച് ചക്കക്കുരു നന്നായിട്ട് കഴുകി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്കിങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ തൊലി കളഞ്ഞിട്ട് ചിലവർ അതിൻ്റെ മേലത്തെ ആ ഒരു ഇത് മാത്രം കളയുള്ളൂ കേട്ടോ. അത് നല്ലൊരു ഒരം പോലെയാണ്. ഈ ചുവപ്പ് ആരും കളയില്ല, ചിലർ കളയും ചിലർ കളയും. ഞാൻ ചിലപ്പം കളയാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ആ ഇടിമുട്ടി കൊണ്ട് നല്ല ഒന്ന് ചതച്ചെടുത്തിട്ട് ഇങ്ങനെ കുക്കറിലിട്ടൊന്ന് വേവിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ഇതാ ചക്കക്കുരുയൊക്കെ ഇങ്ങനെ നല്ലോണം കഴുകിയെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു തക്കാളിയും ഒരു 3-4 പച്ചമുളകും ഇട്ടെടുത്ത് അല്പം മുളകും പൊടിയും അല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മുടെ അടുപ്പത്തോ അല്ലെങ്കിൽ കുക്കറിലോ ഗ്യാസുമേലൊക്കെ വെക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്യാസിനൊക്കെ വില കൂടിയതിന് ശേഷം കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തത്. അപ്പോൾ ഞാൻ അടുപ്പത്താട്ടോ പരമാവധി ഇങ്ങനെ ഉണ്ടാക്കാറ്. കാരണം അടുപ്പ് ശരിയല്ലെങ്കിലും നമുക്ക് വിറകുണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി അടുപ്പത്ത് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അടുപ്പിൻ്റെ പവറൊന്നും നിങ്ങളാരും കാണണ്ടേ. അടുപ്പ് നമ്മളിങ്ങനെ ഇങ്ങനെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ നമ്മൾ ചക്കക്കുരും തക്കാളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് വെന്തതിന് ശേഷം അതിലേക്ക് കഴുകിയെടുത്ത ചീരയില്ലേ, ചീര ഇങ്ങനെ നന്നായിട്ട് ഇട്ടെടുക്കുക കേട്ടോ. നമ്മൾ ചീരയൊക്കെ പൊട്ടിച്ചെടുത്തതിന് ശേഷം അതിൽ നല്ല പുഴുക്കളുണ്ടാവും അല്ലെങ്കിൽ പ്രാണികളുണ്ടാവും, നല്ല ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായി കഴുകി നല്ല വൃത്തിയാക്കിയതിന് ശേഷം കേട്ടോ ഇങ്ങനെ ഇതിലേക്ക് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കറിക്ക് ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് കറിയൊക്കെ ആവും കേട്ടോ. കാരണം പെട്ടെന്നായി കിട്ടുന്ന ഒരു ചെറിയൊരു നാടൻ കൂട്ടാനാണ്, നല്ല ടേസ്റ്റ് വേണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ചീരയൊക്കെ വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് നമ്മൾ അരപ്പിൽ തേങ്ങ ചിരകി അരച്ചതാട്ടോ. അപ്പോൾ അതൊന്ന് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം കേട്ടോ, പക്ഷെ ഞാനിത് എനിക്കൊരു ഇഷ്ടപ്പെട്ട കറി ആയതുകൊണ്ട് നിങ്ങളോടൊന്ന് പറഞ്ഞു. നമ്മളെ മലപ്പുറത്ത് ഏറെയും ഈ ഒരു ചീരക്കറി പിന്നെ മുരിങ്ങൻ്റെ ഇലക്കറി അല്ലെങ്കിൽ ചീരത്താളിപ്പ് അങ്ങനെയുള്ള കറികളും ഈ ഒരു ചക്കക്കുരു സീസൺ ആയിട്ടുണ്ടെങ്കിൽ ചക്ക കിട്ടിയ പിന്നെ എല്ലായിടത്തും ചക്കക്കുരു വിട്ട കറിയിൽ പിന്നെ വർഷക്കാലം അങ്ങനെ എല്ലാവർക്കും ഇതൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. വേനൽക്കാലം പിന്നെ തട്ടിക്കുട്ടി അങ്ങനെ കണ്ടു പോകും. അങ്ങനെ കേട്ടോ നമ്മൾ നാട്ടിൻപുറത്തുള്ള വിശേഷങ്ങളൊക്കെ. അപ്പോൾ നന്നായിട്ട് കറിയൊക്കെ ഒന്ന് തിളച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് താളിപ്പ് ചെറിയ ഉള്ളി ഇട്ടിട്ടോ അല്ലെങ്കിൽ കടുക് ഇട്ടിട്ടോ ഇങ്ങനെ നല്ലോണം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ കറി തൂമിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ പിന്നെ ദോശയില്ലേ അതിൻ്റെ കൂടെ ഒക്കെ കഴിക്കട്ടോ. അപ്പോൾ നമുക്കിന്ന് ചോറിക്കുന്ന മീൻ കിട്ടിയിരിക്കുന്നത് നല്ല അയിലായിരുന്നു കേട്ടോ. അപ്പോൾ അയിലയും പിന്നെ അതിൻ്റെ കൂടെ തന്നെ സീഡിമുള്ളനുണ്ടായിരുന്നു, അതൊക്കെ പൊരിച്ചെടുത്തിട്ട് ഈ ചീരക്കറിയും പിന്നെ നല്ലൊരു അച്ചാറും കൂട്ടിയിട്ട് ചോറൊക്കെ തിന്ന അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഉണ്ടാക്കാത്തവർ കേട്ടോ, ഉണ്ടാക്കിയവർക്കൊക്കെ അറിയുണ്ടാവും. അപ്പോൾ ഇന്നത്തെ നിങ്ങളെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാ മുത്തുമണികൾക്കും ഒത്തിരി താങ്ക്സ്. ഓക്കെ, ബൈ, താങ്ക് യു.